ഗുരുവായൂരിൽ വീണ്ടും വർഗീയ നീക്കവുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ. മുസ്ലിം നാമധാരികളായ ഗുരുവായൂർ എം.എൽ.എമാരുടെ പേരുകൾ ഉള്ള ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി. 1977 മുതലുള്ള എം.എൽ.എമാരുടെ പേര് പ്രദർശിപ്പിച്ച ശേഷം ഇത് മാറണം, മാറ്റത്തിനായി ഗോപാലകൃഷ്ണന് ഒരു വോട്ട് എന്നാണ് ഫ്ലക്സിൽ ഉള്ളത്. ലിവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ലിവിൻ, എന്തായാലും ഈ സംഭവത്തിലൊക്കെ നേരത്തെ ഇത്തരത്തിലുള്ള പരാമർശത്തിൽ കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ബി.ജെ.പിയും ഗോപാലകൃഷ്ണനും എന്തായാലും പിന്നോട്ടില്ല. ഇത്തവണ ഈ വർഗീയ പരാമർശങ്ങളില്ല, പക്ഷേ അത് നേരത്തെ ഉള്ള പരാമർശത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ആ പ്രചാരണം തുടരുന്നു. രുചിഷ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തതിന് ശേഷം കുറച്ചു ദിവസം ഒരു അടക്കമുണ്ടായി ഗോപാലകൃഷ്ണനും NDAയ്ക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും മറ്റൊരു തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ തുടരുകയാണ് NDA ക്യാമ്പും സ്ഥാനാർത്ഥിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വശത്തൊരു നിലപാട് പറയുമ്പോൾ അതിന് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ 1957 മുതൽ 2021 വരെ 15 തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആ 4 തെരഞ്ഞെടുപ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് 77 മുതലുള്ള സ്ഥാനാർത്ഥികളുടെയും വിജയിച്ച ജനപ്രതിനിധികളുടെയും പേരുകളാണ് ഈ ചാവക്കാട് നഗരമധ്യത്തിൽ ഉയർത്തിയ ഫ്ലെക്സ് ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. BVS തങ്ങൾ മുതൽ NK അക്ബർ വരെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേരുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 50 വർഷത്തെ അവഗണനയ്ക്കൊരു മാറ്റം വേണം, അതോടൊപ്പം തന്നെ നിങ്ങളിത് കാണുന്നില്ലേ എന്നുള്ള നിലയിലാണ് MLA-മാരുടെ പേരുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 1957 PK കുരുവും 1960 KGS കരുണാകരമേനോനും അതോടൊപ്പം തന്നെ 1970 ഈ വടക്കനുമടക്കമുള്ള മറ്റ് ഇതര മതസ്ഥരായിട്ടുള്ള MLA-മാരുടെ പേരുകൾ ഗുരുവായൂർ മണ്ഡലത്തിന് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഗോപാലകൃഷ്ണന്റെ ഈ മുസ്ലിം നാമധാരികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർഗീയ പ്രചാരണം അതല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പെരുമാറ്റച്ചട്ടങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. താനൊരു സത്യം വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം, പൊതുജനങ്ങൾക്ക് അറിയാം. അതാണ് കേരളത്തിൽ എല്ലായിടത്തും എല്ലാ മതക്കാരും ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാനാവുക. അതുകൊണ്ട് ഒരു മതത്തിന്റെ കൂടുതൽ ആളുകളുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് പക്ഷെ ആ തരത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നതൊക്കെ സ്വാഭാവികമായി തന്നെ കാണുന്നതാണ് കേരളത്തിന്റെ ഒരു മനസ്സ്. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മതങ്ങളിലും സ്ഥിരമായി ആ അർത്ഥത്തിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് BJP കാണുന്ന കണ്ണാണ് പ്രശ്നം. തീർച്ചയായും രുചീഷ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് പൊന്നാനി മണ്ഡലം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനാകും. അതോടൊപ്പം തന്നെ ശബരിമല ഇരിക്കുന്ന റാന്നി മണ്ഡലം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ഇവിടങ്ങളിലൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കണം ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ ആ ഒരു മതത്തിൻ്റെ പിന്തുടർന്ന് വരുന്ന ആരാധിക്കുന്ന ആളുകൾ മാത്രമാകണം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. പക്ഷേ ഇതൊക്കെ നഗ്നമായ യാഥാർത്ഥ്യമായി കേരളത്തിന് മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ വർഗീയ വേർതിരിവുണ്ടാക്കി ചേരിതിരിവുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP കേന്ദ്രങ്ങളും BJPയുടെ പല പ്രവർത്തകർക്കും ഈ കാര്യത്തിൽ അതൃപ്തിയുണ്ട്. അവർ പരാതിയും വിസമ്മതവുമൊക്കെ അല്ലെങ്കിൽ വിയോജനവുമൊക്കെ ഈ കാര്യത്തിൽ അറിയിച്ചതാണ്. അവർ തന്നെ നമ്മളുമായി സംസാരിക്കുമ്പോൾ അറിയിച്ചിട്ടുള്ള കാര്യം, സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം പറയുമ്പോൾ അതിന് വിപരീതമായി ഗോപാലകൃഷ്ണൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അത് RSSന്റെ തുടക്കത്തിൽ ആ തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും സമാനമായ അതേ വിഷയം തന്നെ ഫ്ലക്സിലൂടെ ഉന്നയിക്കുകയാണ് ബി. ഗോപാലകൃഷ്ണൻ. എന്തായാലും അത് ഗുരുവായൂർ മണ്ഡലത്തിൽ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നു.